ആമ്പിള്ളേർക്ക് ചേർന്ന പണിയേ അല്ല നഴ്സിംഗ്. അവൾ അധികം പഠിക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ നഴ്സിംഗിന് വിട്ടിട്ടുണ്ടായിരിക്കും. ഓ നേഴ്സാണോ, ഭയങ്കര കഷ്ടപ്പാടല്ലേ, സാലറി ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ഇത്തരത്തില് പുച്ഛ മനോഭാവത്തോടെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളും കേൾക്കുന്നില്ല. ഇതൊന്നും കേട്ട് ആരും ഡെസ്ക് പഠിക്കേണ്ട. 4 വർഷം കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കുന്ന സബ്ജക്ട്സിന്റെ എണ്ണവോ എഴുതി തീർക്കുന്ന കെയർ പ്ലാനോ കേസ് സ്റ്റഡിയോ കേസ് പ്രസന്റേഷനോ റിസർച്ച് പേപ്പേഴ്സിനെ കുറിച്ചൊന്നും ഒരു ചുക്കും അറിയാത്ത ആൾക്കാരാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നഴ്സിംഗ് സ്പെസിഫിക് സബ്ജക്ട്സ് കൂടാതെ മെഡിക്കൽ സ്റ്റുഡൻസും പാരാമെഡിക്കൽ സ്റ്റുഡൻസും പഠിക്കുന്ന എല്ലാ സബ്ജക്ട്സും തന്നെ നഴ്സിംഗിലുണ്ട്. അതിന്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ്, റിസർച്ച്, ലാംഗ്വേജ് ഇതെല്ലാം കൂടെ ചേർത്ത് ഈ സിലബസ് പഠിച്ച് പാസ്സാവുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഓരോ സ്റ്റുഡൻസും അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പാസ് ഔട്ട് ആവുന്നത്. ഇനി എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സായി കഴിഞ്ഞാലോ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുമ്പോൾ സ്റ്റാഫ് ഷോർട്ടേജ്, നൈറ്റ് ഡ്യൂട്ടി, ഓവർ ടൈം, മാനേജ്മെന്റ് ഭാഗത്തു നിന്നുള്ള ടോർച്ചർ, ഇങ്ങനെ കുറേ ചലഞ്ചസ് ഓരോ നഴ്സസും ഫേസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇതൊക്കെ മറന്നുകൊണ്ട് ഓരോ പേഷ്യൻസിന്റെയും ജീവന് കരുതലും കാവലും ആവുന്നുണ്ടെങ്കിൽ അത് ഈ പ്രൊഫഷനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എനിക്ക് പറയാനുള്ളത് എന്റെ നഴ്സസിനോട്, നഴ്സിംഗിനോളം സാധ്യതകളുള്ള വേറൊരു കോഴ്സ് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പൊ ആ സാധ്യതകളെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾ എന്തായാലും സക്സസ്ഫുൾ ആയി. എല്ലാവർക്കും ഹാപ്പി നഴ്സസ് ഡേ. നിങ്ങളിലുള്ള പ്രകാശം നിങ്ങളെ ചുറ്റിലുള്ളവരിലേക്കും കൂടെ വെളിച്ചം പകരട്ടെ.